ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി സ്വീറ്റായ ഗുലാബ് ജാമുനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണേ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് അത് ഉണ്ടാക്കി നോക്കാൻ മറ്റുള്ളവർ കൂടി പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്കുള്ള പഞ്ചസാര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിനായി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇനി ചേർക്കേണ്ടത് ഒരു 3 ഏലക്ക പൊടിച്ചതാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഡിസോൾവായി നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് തണുക്കാനായി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ച ശേഷം അതിലേക്ക് 2 കപ്പ് മിൽക്ക് പൗഡർ ചേർക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കണ നമ്മൾ ഗുലാബ് ജാമുന് നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പാലിൽ നിന്ന് അല്പാൽപ്പം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇനി കയ്യിൽ അല്പം നെയ്യ് തടവി ഇതെല്ലാം തന്നെ ബോൾസ് ആക്കിയെടുക്കാം. ഞാനൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായി മാറ്റി വെച്ചിരുന്നു. അതിലോട്ട് ഓരോ ബോൾസ് ആയിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഓയിൽ ചൂടാക്കാനും അത് പൊരിച്ചെടുക്കാനുമൊക്കെ ഫ്ലെയിമിൽ ഓയിൽ തന്നെ വയ്ക്കുക.
പിന്നെ അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇനി എല്ലാം തന്നെ ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച പഞ്ചസാര പാനിയിലോട്ടിട്ട് 1 മണിക്കൂർ അടച്ച് വെക്കും. ഇനി ഇതിലേക്ക് അല്പം സാഫ്രോൺ കൂടെ ചേർത്താൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഗുലാബ് ജാമുന് കിട്ടും. ഒന്ന് 2 മാസം ഫ്രിഡ്ജിൽ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.